ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മാർത്തോമാസ് ലീഹായുടെ ദുഃഖ്രാന നവനാൾ 5-ാം ദിവസം. തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. മറിയത്തിൻ്റെയും അവളുടെ സഹോദരി മർത്തയുടെയും ഗ്രാമത്തിൽ നിന്നുള്ള ഒരുവൻ, ബഥാനിയായ ലാസർ, രോഗബാധിതനായി. ഈ മറിയമാണ് കർത്താവിന് പരിമള തൈലം പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടയ്ക്കുകയും ചെയ്തത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു അസുഖം ബാധിച്ച് കിടപ്പിലായത്. കർത്താവെ, ഇത് അങ്ങേക്ക് പ്രിയപ്പെട്ടവൻ രോഗം ബാധിച്ച് കിടക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു. അത് കേട്ടിട്ട് യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. യേശു മർത്തയെയും അവരുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി കിടപ്പിലാണെന്ന് കേട്ടിട്ടും യേശു ആയിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം പാർത്തു. അതിനുശേഷം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യഹൂദയിലേക്ക് പോകാം. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, റബ്ബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ ഭാവിക്കുകയായിരുന്നല്ലോ, നീ വീണ്ടും അവിടെ പോകുകയാണോ? യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂറില്ലേ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന് വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറി വീഴുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ ഇടറി വീഴുന്നു, കാരണം അവന് വെളിച്ചമില്ല. ഇക്കാര്യങ്ങൾ അവൻ പ്രതിപാദിച്ചു. അനന്തരം അവൻ അവരോട് പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, എങ്കിലും ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, കർത്താവെ, അവൻ ഉറങ്ങുന്നുവെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. യേശുവാകട്ടെ അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്നാൽ ഉറക്കമെന്ന നിദ്രയെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ ഇടയാകുമല്ലോ. എങ്കിൽ നമുക്ക് അവൻ്റെ അടുക്കലേക്ക് പോകാം. ദീദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം എന്ന് തോമസ് ലീഹ തൻ്റെ സഹശിഷ്യന്മാരോട് പറയാണ്. വാസ്തവത്തിൽ എന്താണ് തോമസ് ലീഹ ഉദ്ദേശിച്ചതെന്ന് നമുക്കത്ര വ്യക്തമില്ല. ചില വേദശാസ്ത്രികൾ പറയുന്നത് അവനോടുകൂടെ എന്നത് ഈശോയെ അല്ല ഉദ്ദേശിക്കുന്നത്, ലാസറിനെയാണെന്നാണ്. അതായത് ഈശോയുടെ കൂടെ യഹൂദയിലേക്ക് പോയാൽ ലാസറിൻ്റെ ഗതിയായിരിക്കും, മരണമായിരിക്കും നമുക്ക് കിട്ടുക. അവനോടുകൂടെ മരിക്കേണ്ടതിന് ലാസറിൻ്റെ കൂടെ മരിക്കാൻ നമുക്ക് പോകാം. അതായത് ലാസറിനെ പോലെ നമ്മളും മരിക്കും, അവർ നമ്മൾ കൊല്ലും. പക്ഷേ ഈ ഭാഷ അത്ര ശരിയാണോ? തോമസിലെ ഉദ്ദേശിച്ചത് ഈ അവനോടുകൂടെ എന്ന് പറയുന്നത് ലാസറാണോ? അല്ല, ഈശോ തന്നെയാണ്. അങ്ങനെയെങ്കിൽ എന്തായിരുന്നു തോമസ് ലീഹയുടെ മനസ്സിൽ? നമുക്ക് പിടികിട്ടാൻ പ്രയാസമുള്ള ഒരു സംഗതിയാണ് തോമസ് പറഞ്ഞത്. അപ്പോൾ പല നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഞാനതിലെ മുഖ്യമായത് ഒരു 7 എണ്ണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. എല്ലാം എക്സ്ക്ലൂസീവ് അല്ല, അതായത് കുറച്ചൊക്കെ അങ്ങോട്ടും കവിഞ്ഞ് കിടക്കുന്നതാണ്. എങ്കിലും 7 ആയിട്ട് തിരിക്കാം. ഈ തോമസ് ലീഹ പറഞ്ഞ എന്താണ് ഉദ്ദേശിച്ചതെന്ന് 7 നിർദ്ദേശങ്ങളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പരസ്പരം കവിഞ്ഞ് കിടക്കുന്ന 7 നിർദ്ദേശങ്ങൾ. ആ 7 എണ്ണം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്നാമത്തെ നിർദ്ദേശം, തോമസ് ലീഹ പ്രത്യാശയില്ലാത്ത മനുഷ്യനാണ്. ഇരുണ്ട ആശങ്കയുടെ പക്ഷത്ത് നിന്നേ തോമസ് സംസാരിക്കുകയുള്ളൂ. അവൻ്റെ കൂടെ പോയാൽ ജീവിക്കാനല്ല, മരിക്കാനാണ് യോഗം. യഹൂദയിലേക്ക് ഗുരുവിനോടൊപ്പം പോയാൽ ഈ ഗുരുവും കൊല്ലപ്പെടും, ശിഷ്യന്മാരായ നമ്മളും കൊല്ലപ്പെടും. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. കാരണം നാം അവനെ സ്നേഹിച്ചു പോയി, നാം അവനെ അനുഗമിച്ചു പോയി. അപ്പോൾ ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രത്യാശയില്ലാത്തൊരു വാക്കാണെന്നാണ് ചിലർ വ്യാഖ്യാനിക്കണേ. രണ്ടാമത്തെ വ്യാഖ്യാനം, ചിന്താശൂന്യമായ തീക്ഷ്ണതയുടെ ഉടമയാണ് തോമസ് ലീഹ. വകതിരിവില്ലാത്ത തീക്ഷ്ണത, ഭയങ്കരമായ തീക്ഷ്ണതയാണ്, പക്ഷെ വകതിരിവില്ല, അല്ലെങ്കിൽ ചിന്തയില്ല. നിന്നോടുകൂടെ മരിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പത്രോസ് പറഞ്ഞിട്ടുണ്ട്. മത്തായി 26:35, ലൂക്ക 22:33, യോഹന്നാൻ 13:37. എന്നിട്ട് സമയം വന്നപ്പോൾ പത്രോസ് ഉപേക്ഷിക്കുകയും ചെയ്തു. അതുപോലെ അമിതമായ ആവേശത്താലെ അല്ലേ, നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞ ആളാണ് പത്രോസ്. അമിതമായ തീക്ഷ്ണത. പക്ഷെ സന്ദർഭം വന്നപ്പോൾ വാക്ക് പാലിക്കാൻ പറ്റാതെ വീണുപോയി. ഈശോയെ അറസ്റ്റ് ചെയ്തപ്പോൾ എല്ലാ ശിഷ്യന്മാരും ഓടിപ്പോയ കൂട്ടത്തിൽ തോമസും ഓടിപ്പോയില്ലേ? അപ്പോൾ അവനോടുകൂടെ നമുക്ക് മരിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തേ സംഭവിച്ചേ? അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്ക് അവൻ്റെ കൂടെ പോകാൻ പറഞ്ഞിട്ട് എന്തിനാണ് യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പം ഓടിപ്പോയത്? ആ തീക്ഷ്ണത എവിടെയാ? നമ്മളൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്ന അതേ പ്രശ്നമാണ്. ഈ
ഞാൻ ചില പരിപാടികൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വെക്കാന്ന് വെച്ചാൽ പേടിയാണ് ആളുകൾക്ക്. കൊല്ലുത്രേ. മുന്നേറ്റക്കാർ വന്ന് കൊല്ലും, ഉദയംപേരൂർക്കാർ വന്ന് കൊല്ലും, പിന്നെ വിമതർ വന്ന് കൊല്ലും. കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ എന്ന് വിചാരിക്കാൻ എന്താ പറ്റാത്തത് നമുക്ക്? അവനോടുകൂടി മരിക്കാൻ പോകാമെന്ന് പറഞ്ഞ തോമായുടെ മക്കളല്ലേ? ഞാൻ മരിക്കാൻ നടക്കുന്ന ആളാണ്. 34-ാമത്തെ വയസ്സ് മുതൽ ഇപ്പം എനിക്ക് 62 വയസ്സ്. എല്ലാ ദിവസവും പല പ്രാവശ്യം ഞാനിങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും പോയിന്റ് ബ്ലാങ്കിൽ തന്നെ വെടിവെച്ച് കൊല്ലണമെന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. എന്നിട്ട് ആ രക്തം വാർന്ന് വീഴുമ്പോൾ ആ രക്തം എടുത്തിട്ട് ഈ കൊലപാതകയുടെ നെറ്റത്ത് ഒരു കുരിശ് വരച്ചിട്ട് ഹായ് ജീസസ് എന്ന് പറഞ്ഞ് മരിക്കണമെന്നാണ് എൻ്റെ മോഹം. എല്ലാ ദിവസവും ഞാൻ അത് പ്രാർത്ഥിക്കുന്നു. ഇതൊരു കൃപയാണ്. ദൈവം കനിഞ്ഞാൽ മാത്രമേ അത് കിട്ടുള്ളൂ. അങ്ങനെ കർത്താവിന് വേണ്ടി കൊല്ലപ്പെടണമെന്ന് ദിവസവും പ്രാർത്ഥിക്കുന്ന, പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ ജീവിച്ചപ്പോഴും ഒളിപ്പോര് പോലെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് സൗദി അറേബ്യയിൽ പോയപ്പോഴും ഒന്നും എനിക്കൊരു പേടി അന്നുമില്ല, ഇന്നുമില്ല, ഇപ്പോഴും ഇല്ല, ചെറുപ്പത്തിലും ഉണ്ടായിരുന്നില്ല. പക്ഷേ കർത്താവിന് വേണ്ടി മരിക്കാൻ ചാൻസ് കിട്ടുമ്പം അങ്ങോട്ട് പോകണ്ട, അവിടെ വെക്കണ്ട, ഇവിടെ വെക്കണ്ട. എനിക്കറിഞ്ഞുകൂടാ. നമ്മളെല്ലാം ചിലപ്പോൾ ഈ പത്രോസിനെ പോലെയും തോമായെ പോലെയും നമ്മളായി പോകുന്നുണ്ടാകാം. 3, ഒരേ സമയം പേടിയും അവിശ്വാസവും ഒരു വശത്തും ചങ്കൂറ്റും സന്ദേഹവും മറുവശത്തുമുള്ള ഒരു ഇരട്ട വ്യക്തിത്വത്തിൻ്റെ ആളായിരുന്നു തോമാസ് ലീഗ. അങ്ങനെ ഒരു ധ്വനി ഈ വചനത്തിലുണ്ടെന്ന്. ഇരട്ട എന്ന ചല്ലപ്പേരിനെ അന്വർത്ഥമാക്കുന്ന ദ്വന്ദ്വാത്മകത ഇല്ലേ, ദ്വന്ദ്ം. ഒരേ സമയം പേടി അവിശ്വാസം ഒരു വശത്ത്, മറുവശത്ത് ചങ്കൂറ്റം, എന്നാൽ അപ്പോഴും ഉടനെ സന്ദേഹം. ഇങ്ങനൊരു ദ്വന്ദ്ഭാവം, ഇരട്ട ദ്വന്ദ്ഭാവം, അതിൻ്റെ ഒരു പ്രതികരണമാണെന്നാണ് 3-ാമത്തെ ഒരു നിർദ്ദേശം. 4-ാമത് പറയുന്നത് വിഷാദം തളം കെട്ടി നിൽക്കുന്ന മനസ്സിൻ്റെ ഉടമയായിരുന്നു തോമാസ് ലീഗ എന്നാണ്. മെലങ്കോളിക്ക്. അങ്ങനെയുള്ള മനസ്സിൽ നിന്ന് വരുന്ന അശുഭ ചിന്തയാണത്രേ ഇത്. അതേസമയം ഈശോയോടുള്ള കൂറ് നിമിത്തം അവന് തനിയെ വിടാനുള്ള വിസമ്മതമുണ്ട്. അപ്പോൾ ഒരു വശത്ത് വിഷാദം, മറുവശത്ത് ഈശോയുള്ള സ്നേഹം. തോമസിന്റെ മനസ്സിലുള്ളത് ഏതാണ്ട് ഇങ്ങനെ പകർത്താം. ഈശോയ്ക്ക് ഇനി അവശേഷിക്കുന്ന മരണമാണ്. യഹൂദയിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ മരിക്കാൻ പോകുന്ന അർത്ഥം. കിരീടമില്ലാതെ, സിംഹാസനമില്ലാതെ, വസ്ത്രമില്ലാതെ നാണം കെട്ട് മരിക്കുക. അതാണ് ഈശോയെ കാത്തിരിക്കുന്നത്, അറിയാം. എങ്കിലും ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ തനിയെ വിടില്ല. വിഷാദൊക്കെയാണ്, പക്ഷെ അവന് വിടാൻ നിവൃത്തിയില്ല, തനിച്ച് വിടാൻ നിവൃത്തിയില്ല. 5 നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യാഖ്യാനമാണ്. തോമാസ് ലീഗയുടെ മനസ്സിലെ പോരാട്ടമാണ് ഈ തിരുവചനത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ദ്വന്ദ്വയുദ്ധം നടക്കുന്നത് തോമസിന്റെ മനസ്സിലാണ്. ഈശോയോടുള്ള സ്നേഹം ഒരു വശത്ത്, ജീവിതത്തിന് കറുത്ത നിഴലുകൾ മറുവശത്ത്. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ പലരിലും സംഭവിക്കുന്ന ദ്വന്ദ്വയുദ്ധമാണിത്. വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള ഒരു പോരാട്ടം നമ്മുടെ മനസ്സിൽ നടക്കുന്നു. തോമസിന്റെ മനസ്സിലും അത് തന്നെ നടക്കുകയാണ്. ഈശോയുടെ കൂടെ പോകണോ അതോ പിന്തിരിയണോ? ഏതാണ് ജയിക്കുക? അവസാനം വിശ്വാസം ജയിക്കുന്നുണ്ട് തോമസിന്റെ കാര്യത്തിൽ. നമ്മുടെ കാര്യത്തിലോ? നമുക്ക് ഇതൊരു വലിയ പ്രശ്നമാണ്. പള്ളിയിൽ പോകണോ പോണ്ടേ? സഭയുടെ കൂടെ നിൽക്കണോ നിൽക്കണ്ടേ? അങ്ങനെ സഭയുടെ കൂടെ നിൽക്കാൻ പോയാൽ വീട്ടുകാരെ എതിർപ്പാവും, ഭാര്യ, മക്കള്, അതൊക്കെ പ്രശ്നമാണ്. അപ്പോൾ വല്ലാത്തൊരു ഒരു 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 എന്താ പറയുക, ദ്വന്ദ്വ പോരാട്ടം നമ്മുടെ മനസ്സിൽ നടക്കുന്നുണ്ട്. വിശ്വാസം അവിശ്വാസം തമ്മിൽ, സ്നേഹവും ഭയവും തമ്മിൽ, അങ്ങനെ ഇല്ലേ, സഭയും ലോകവും തമ്മിൽ ഈ പോരാട്ടം നമ്മുടെ മനസ്സിൽ നടക്കുക. തോമസിന്റെ കാര്യത്തിൽ അവസാനം വിശ്വാസം ജയിച്ചു. നമ്മുടെ കാര്യത്തിലോ? 6, താൻ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതലാണ് തോമസ് വെളിപ്പെടുത്തുന്നത്. എല്ലാ ക്രിസ്ത്യാനികളും ചെയ്യേണ്ട കാര്യമാണ് തോമസ് വെളിപ്പെടുത്തിയത്. ഈ സന്ദേഹത്തിന്റെ 18-ാം പടി കടന്നിട്ടാണ് പരിഭാഗമാണ് വിശ്വാസത്തിലേക്ക് എത്തിച്ചേർന്നത് എന്ന് തോമസിലേക്ക് വെളിപ്പെടുത്തുക. സത്യവിശ്വാസത്തിൽ കടന്നു വരുന്നത് സാവകാശമാണ്. സന്ദേഹത്തിന്റെ 18-ാം പടി കടന്നിട്ട് വേണം. മാത്രമല്ല, എല്ലാ ക്രിസ്ത്യാനികളെയും ഭാഗധേയമാണ് രക്തസാക്ഷിത്വം. ഒന്നുകിൽ വെളുത്ത രക്തസാക്ഷിത്വം, അനുദിന ജീവിതം, അതൊരു രക്തസാക്ഷിത്വം ഇല്ലേ. ഇപ്പം നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ അത് അനുദിന രക്തസാക്ഷിത്വമാണ്. അത് അടിമതിക്കാരുടെ കൂട്ടത്തിൽ കൂടുന്നതല്ല പറഞ്ഞത്, സംഘടനയിൽ പ്രവർത്തിക്കുന്നതല്ല. കർത്താവിന് വേണ്ടി നമ്മൾ പോരാടുകയോ തനിച്ച് നിൽക്കുകയോ ചെയ്താൽ അതൊരു രക്തസാക്ഷിത്വമാണ്. ചിലപ്പോൾ ചുവന്ന രക്തസാക്ഷിത്വം, കൊല്ലപ്പെടാം. ക്രിസ്തുവിനെ വേണ്ടി അനുദിനം ജീവിക്കുന്നതാണ് വെളുത്ത രക്തസാക്ഷിത്വം. ക്രിസ്ത്യാനി എന്ന നിലയിൽ കൊല്ലപ്പെടുന്നതാണ് ചുവന്ന രക്തസാക്ഷിത്വം. ക്രിസ്തുവർഷം 72 ഭാരത മണ്ണിലെ ശത്രുക്കളാൽ വധിക്കപ്പെട്ട് ചുവന്ന രക്തസാക്ഷിയായി മരിച്ചവനാണ് തോമസ് ലീഗ. അപ്പോൾ അവൻ തെളിയിക്കുന്നുണ്ട്,
ഈ പറഞ്ഞ 18-ാം പടിയും സന്ദേഹത്തിൻ്റെ 18-ാം പടിയും കടന്ന് സത്യവിശ്വാസത്തിലെത്തി അത് തെളിയിച്ചു. 7-ാമത്തെ ഒരു വ്യാഖ്യാനം, പകല് നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല എന്ന ഈശോയുടെ പ്രസ്താവത്തെ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കിയത് തോമസ് മാത്രമാണ്. മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ഈശോയുടെ കൂടെ പോകാം. എനിക്ക് ജീവിക്കുക ക്രിസ്തുവും മരിക്കുക ലാഭവും എന്ന് പിന്നീട് പൗലോസ് പറയുന്നുണ്ട് തോമസ് ലീഗായുടെ ഈ വഴിയിലൂടെ നടന്ന്. ഫിലിപ്പിയ ലേഖനം 1:21. ഞാൻ പറഞ്ഞല്ലോ, ഈ വ്യാഖ്യാനം പലതും പരസ്പരം കവിഞ്ഞു കിടക്കുന്നു. യഹൂദായിൽ ഈശോ നേരിടാൻ സാധ്യതയുള്ള വധഭീഷണിയെ സാരമാക്കേണ്ടതില്ലെന്ന് തോമസ് ലീഗ ഉദ്ദേശിച്ചിരുന്നിരിക്കാം. ഇനി അത് സാരമാണെങ്കിൽ തന്നെ ചങ്കുറ്റത്തോടെ നേരിടാമെന്നും ഏത് ക്രിസ്ത്യാനിക്കും ഉണ്ടായിരിക്കേണ്ട ആത്മവിശ്വാസമാണിത്. ഈ ആത്മവിശ്വാസം ഉയരെടുക്കുന്നതോ ഈശോയിലുള്ള സത്യവിശ്വാസത്തിൽ നിന്നാണ്. നമുക്ക് ഈ ആത്മവിശ്വാസം കുറവുണ്ടെങ്കിൽ അർത്ഥം നമുക്ക് ഈശോയിലും ദൈവത്തിലുമുള്ള വിശ്വാസത്തിൽ അത്ര അങ്ങോട്ട് ഉറപ്പില്ലെന്നാണ്. അപ്പം നമുക്ക് തോമസ് ലീഗ ഈ പറഞ്ഞ വ്യാഖ്യാനങ്ങളെല്ലാം ശരിയായിരിക്കാം, അങ്ങോട്ടും പരസ്പരം കവിഞ്ഞു കിടക്കുന്നതായിരിക്കാം. എല്ലാ കാര്യവും അറിഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല എന്ന് സംസാരിച്ചത്. പക്ഷെ പിന്നീട് ബോധ്യം വന്ന് കർത്താവിന് വേണ്ടി മരിക്കുകയും ചെയ്തു. നമുക്കിതൊക്കെ നമ്മളൊക്കെ കടന്നു പോകുന്നൊരവസ്ഥയായിരിക്കാം ഇത്. പക്ഷെ ആത്യന്തികമായിട്ട് കർത്താവിനുള്ള സ്നേഹവും കർത്താവിനുള്ള വിശ്വാസവും വിജയം വരിക്കട്ടെ. ഇന്ന് ഞാൻ സൽപ്രവൃത്തിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിർദ്ദേശിക്കുന്നത് നമ്മുടെ കുർബാനയുടെ ഓരോ പ്രാർത്ഥനയുടെയും ഓരോ ആചാരത്തിൻ്റെയും വ്യാഖ്യാനം 2 വോള്യമായിട്ട് തോമസ് മണ്ണൂരം പറമ്പിലച്ചൻ തയ്യാറാക്കിയിട്ടുണ്ട്. തലശ്ശേരി അതിരൂപതയിലെ തോമസ് മണ്ണൂരം പറമ്പിലച്ചൻ. ആ അച്ഛൻ തന്നെയാണ് നമ്മുടെ കുർബാന ടെക്സ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ചൊല്ലുന്ന കുർബാന ടെക്സ്റ്റ് 3 അനാഫറയും തയ്യാറാക്കിയത് അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ വ്യാഖ്യാനവും ഓരോ പ്രാർത്ഥനയുടെയും ഓരോ ആചാരത്തിൻ്റെയും വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത് 2 വോള്യമായിട്ടാണ്. അതിൽ ആദ്യത്തെ വോള്യം സീറോ മലബാർ സഭയുടെ കുർബാന ഒരു പഠനം വാല്യം 1. അതൊരു കോപ്പി വാങ്ങിച്ച് വായിക്കുക. നിങ്ങൾ പള്ളിയിൽ കുർബാനയ്ക്ക് പോകുന്നു, അച്ഛൻ പല കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുന്നു. എന്താണ് അതിനർത്ഥം? അത് ഈ പുസ്തകത്തിലുണ്ട്. 1-ാമത്തെ വോള്യം അനാഫറ, അതായത് ദേവാലയ പ്രവേശനം വരെയുള്ള ഭാഗമാണ്. ഉറവിടങ്ങൾ തുടങ്ങി പെസഹ തിരുനാള പ്രാർത്ഥന തുടങ്ങി മധുബക പ്രവേശനം വരെയുള്ളതാണ് 1-ാമത്തെ വോള്യത്തിൽ. അതിൻ്റെ ഒരു കോപ്പി വായിച്ച് പഠിച്ച് കുർബാനയിൽ അച്ഛൻ ചെയ്യുന്ന ഓരോ ആചാരങ്ങൾക്കും നിങ്ങൾ ചെയ്യുന്ന ഓരോ ആചാരങ്ങൾക്കും ഓരോ പ്രാർത്ഥനയ്ക്കും ഒക്കെ അർത്ഥമുണ്ട്, ദൈവശാസ്ത്രപരമായ അർത്ഥമുണ്ട്. അതൊന്ന് പഠിക്കുക. എന്നിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ഒരു എക്സ്ട്രാ കോപ്പി വാങ്ങി വിതരണം ചെയ്യുക. അച്ഛന്മാർക്കും കന്യാസ്ത്രന്മാർക്കും പള്ളിയിൽ ശുശ്രൂഷിക്കുന്നവർക്കും മതബോധന അധ്യാപകർക്കും ഒക്കെ കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ ത്യാഗമുണ്ട്, കാരണം കുറച്ച് പൈസ ചിലവാക്കണം. തോമസ് ലീഗയുടെ തിരുനാളിന് ഇത്തവണ ഇച്ചിരി പൈസ ചിലവാക്കി ഈ ഒരു സൽപ്രവൃത്തി ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ഒരു നിർദ്ദേശം. സുഹൃത ജപം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേന്ന് തോമസ് ലീഗ പറഞ്ഞത് നമ്മൾ പല ഭാഷകളിൽ പറയുമായിരുന്നു. ഇന്ന് നമ്മൾ ഹീബ്രു ഭാഷയിലാണ് പറയുന്നത്. ഹീബ്രു ഭാഷയിൽ, വിശുദ്ധ ഭാഷ എന്ന് പറയുന്ന പഴയ എഴുതപ്പെട്ട ഹീബ്രു ഭാഷയിൽ അദോനി വേ എലോഹ എന്നാണ് ഹീബ്രുവിലെ. അദോനി എൻ്റെ കർത്താവേ, വേ എന്ന് പറഞ്ഞാൽ ആൻഡ്, എലോഹായ് ദൈവമേ. അദോനി വേ എലോഹായ്. തോമസ് ലീഗയോട് ചേർന്ന് തോമസ് ലീഗ ചെയ്തതുപോലെ ഈശോയെ നോക്കി അവനോട് അദോനി വേ എലോഹായ് എന്ന് പല പ്രാവശ്യം ഉരുവിടുക ഇന്ന് സുഹൃദയമം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.